മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചത്. പ്രത്യേകിച്ചും നീതീകരണം വിശ്വാസത്താലാണ്, പ്രവൃത്തിയാലല്ല എന്നും, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുള്ളത് നമ്മൾ കണ്ടു. ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നും കണ്ടു, പ്രവർത്തനങ്ങളിലല്ല ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും ദാവീദ് കുറ്റം ചെയ്ത് ദൈവത്തെ സന്നിധിയിൽ ഏറ്റുപറയുകയും ചെയ്തപ്പോഴേ ദൈവം നീതീകരിച്ചതായിട്ടെല്ലാം കണ്ടു. അത് നമ്മൾ ആ അധ്യായം നമ്മൾ ഏകദേശം കൺക്ലൂഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില ആളുകൾ, ചില വ്യക്തികൾ എന്നെ ഫോണിൽ വിളിക്കുകയും ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ നിയമം, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇപ്പോഴെന്താണ് പ്രാധാന്യം, അത് നീങ്ങിപ്പോയി അതിനെ സൂപ്പർസീഡ് ചെയ്ത് അതിൻ്റെ മേളിൽ നിന്ന് കൃപ വന്നു, ന്യായപ്രമാണം പാപത്തിനെ ബോധം വരുത്തുന്നതല്ലാതെ, പാപത്തെ കണക്കിടുന്നതല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പിന്നെ എന്തിനാണ് ഈ ന്യായപ്രമാണം എന്നൊക്കെയുള്ള രീതിയിൽ ആൾ വിളിച്ചു ചോദിച്ചു. അതിനെക്കുറിച്ച് ഇന്നൊരു എപ്പിസോഡ് ചുരുക്കമായി 10-15 മിനിറ്റ് അതിനെക്കുറിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന പോലെ നമ്മൾ ചിന്തിക്കുക. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ലോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി മുതൽ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇതിനകത്താണ് മൊസൈക് ലോ, മോശയുടെ നിയമങ്ങൾ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ലോസ് വന്നിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് എല്ലാത്തിലും ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം തൊട്ട് ഉണ്ട്, ഏറ്റവും കൂടുതൽ പുറപ്പാടിലും അതുപോലെ ലേവ്യയിലും എല്ലായിടും ഉണ്ട്, സംഖ്യയിലും ആവർത്തനത്തിലും എല്ലാം ഉണ്ട്. ഏകദേശം മോശയിലൂടെ നൽകപ്പെട്ട കൽപ്പനകൾ ക്രോഡീകരിച്ചത് 613 കൽപ്പനകളുണ്ടെന്നാണ് പറയുന്നത്. 613 കൽപ്പനകളാണ് മോശയിലൂടെ നൽകപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു ജൂയിഷ് സ്കോളറായ മൈമനോയിഡ്സ് എന്ന് പറയുന്ന, മോസസ് ബെൻ മൈമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി 12-ാം സെഞ്ചുറി 1138 മുതൽ 1204 വരെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഈ ജൂയിഷ് സ്കോളറായിരുന്നു. അദ്ദേഹമാണ് ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് കൊണ്ടുവന്ന് ഈ 613 കൽപ്പനകളുണ്ടെന്ന് പറയും. അതിനകത്ത് തന്നെ 248 എണ്ണം നീ ഇത് ചെയ്യണം, ഇത് ചെയ്യണം ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ നീ ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുതെന്ന് 365 എണ്ണം പറയുന്നു. രണ്ടും കൂടി ചേർന്നാണ് ഈ 613 കൽപ്പനകൾ ഉള്ളത്. എന്നാൽ ഈ കൽപ്പനകളൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ ഇതൊക്കെ മാറിപ്പോയി എന്ന് കാണുന്നു. മാറിപ്പോയതല്ല, ശരിക്കും ഇതെല്ലാം തന്നെ യേശുക്രിസ്തുവിലോട്ട് പോയിന്റ് ചെയ്യുകയാണ്. ഗലാത്യർ 3:24 അത് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നാം വിശ്വാസാൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ, ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പോൾ ഈ 613 കൽപ്പനകൾ എല്ലാം തന്നെ നമ്മളെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നയിക്കുവാനായിട്ട്. ഇത് ശരിക്കും യഹൂദന്മാരാണ് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പറയുന്നത്, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാരണം റോമർക്കെഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ പറയാം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സഭാപ്രസംഗി 7-ാം അധ്യായത്തിൻ്റെ 20 ഇത് തന്നെ പറയുന്നുണ്ട്, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. ഇങ്ങനെ ഈ കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ആർക്കും തന്നെ പാപമില്ലാതെ ജീവിക്കാനായിട്ട് ഈ ഭൂമിയിലെ പറ്റത്തേയില്ല. ആ ഒരു ചിന്തയിൽ ഇതിൻ്റെ പ്രസക്തി എന്താണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ഒക്കെ പലപ്പോഴും ചിന്തിക്കും. ഇതെല്ലാം യേശുക്രിസ്തുവിലേക്ക് പോയിന്റ് ചെയ്യുന്നു എന്ന് നേരത്തെ പറഞ്ഞു, ഗലാത്യർ 3:24. എന്നാൽ നമ്മൾ ഈ ജനറലായിട്ട് ഈ ലോ എടുത്ത് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഞാനത് ഒരു ചാർട്ട് പോലെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന്, സെറിമോണിയൽ ലോ. സെറിമോണിയൽ ലോയിൽ 3 പ്രധാനപ്പെട്ട ഐറ്റമാണുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ സാക്രിഫൈസസ്, അതുപോലെ റിച്വൽസ്, സെറിമണീസ് ഫോർ പ്യൂരിഫിക്കേഷൻ. ഈ 3 ഐറ്റംസാണ് പ്രധാനമായിട്ടുള്ളത്.
യാഗങ്ങൾ, പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയുള്ള യാഗങ്ങൾ, അതുപോലെ മറ്റുള്ള കഴുകലുകൾ, അത് സെറിമണീസ്, അതെല്ലാം ഈ രക്തം പൂശുന്നത്, കയ്യിലെ കാലിലെ കണ്ണിലെ ഒക്കെ ചെവിയിലൊക്കെ പൂശുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഈ സെറിമോണിയൽ ലോസ് എന്നുള്ള ഹെഡിങ്ങിൽ പറയും. ഓക്കെ. രണ്ടാമത് ഉള്ളത് സിവിക് ലോ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. സിവിക് ലോ, അതിനകത്ത് ലാൻഡിൻ്റെ നിയമം, ലേവ്യ പുസ്തകത്തിലൊക്കെ കാണാം എങ്ങനെയാണ് ജൂബിലി ഇയറിൽ ഇളച്ചു കൊടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ലാൻഡ് ലോസ്. അതുപോലെ റിലേഷൻഷിപ്പ് വിത്ത് നെയ്ബർ, നിൻ്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ നിൻ്റെ അയൽക്കാരനുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്. മൂന്നാമത് റെസ്റ്റിറ്റ്യൂഷൻ, പകരം കൊടുക്കുന്ന, ഒരു കാര്യം ചെയ്താൽ അവൻ എങ്ങനെയാണ് അതിന് പകരം കൊടുക്കുന്നത് എന്നുള്ള. ഇപ്പം ഒരാൾ പാപം ചെയ്തെങ്കിൽ അതിൻ്റെ ഒരാളുടെ നിന്ന് അതിക്രമമായിട്ട് 100 വാങ്ങിച്ചാൽ 120, 5-1 കൂടി കൂട്ടി കൊടുക്കണം എന്ന് ലേവ്യ നിയമം വന്നിരിക്കുന്നത്. അത് റെസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയമമാണ്. അന്നേരം സിവിക് ലോ, അത് 3 ലോ, ഇതെല്ലാം പ്രധാനമായിട്ട് യഹൂദന് വേണ്ടിയുള്ള ലോസ് ആയിരുന്നു ഇതെല്ലാം വന്നിരുന്നത്. സിവിക് ലോസ് പ്രധാനമായിട്ട് യഹൂദ സമൂഹത്തിന് വേണ്ടി നൽകപ്പെട്ട. മൂന്നാമത് ഉള്ളത് മോറൽ ലോസാണ്. മോറൽ ലോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൊലപാതകം, മോഷണം, അമ്മയപ്പന്മാരെ ഹോണർ ചെയ്യുക, അതുപോലെ സെക്ച്വൽ ഇമ്മൊറാലിറ്റി, വ്യഭിചാരം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ കൂടുതലും 10 കൽപ്പനകൾ എല്ലാം ഈ മോറൽ ലോയ്ക്കകത്ത് വരുന്ന. അതായത് ഇത് 3ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 3ആയിട്ട് അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 സെറിമോണിയൽ ലോസ്, 2 സിവിക് ലോ, 3 മോറൽ ലോ. ഇങ്ങനെയായിരുന്നു ഇത് വന്നിരുന്നത്. ഇത് യേശു നമ്മുടെ പാപപരിഹാരത്തിനായി മരിച്ചപ്പോഴേ സെറിമോണിയൽ ലോസ് എല്ലാം നീങ്ങിപ്പോയി. സാക്രിഫൈസസ്, അൾട്ടിമേറ്റ് സാക്രിഫൈസ് യേശുവായിരുന്നു. കാരണം പഴയ നിയമത്തിലെ വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ കൃപാസനത്തിന് മേളിൽ രക്തം തളിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ വരികയും അവിടെ ശുദ്ധീകരണം നടക്കുകയും പാപത്തിൻ്റെ വിമോചനം നടക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാം. എന്നാൽ അത് യേശു നമ്മുടെ പാപപരിഹാരത്തിനായി എന്നേക്കുമായി അത് മരിച്ചു കഴിഞ്ഞപ്പോഴേ ഈ സെറിമോണിയൽ ലോസ് എല്ലാം നീങ്ങിപ്പോയി. അതെല്ലാം നീങ്ങിപ്പോയി, അതിപ്പം നിലവിലില്ല, നമുക്ക് വേണ്ടിയില്ല. രണ്ടാമത് സിവിക് ലോസ്. ഈ സിവിക് ലോസ് നേരത്തെ പറഞ്ഞു, ഈ ലാൻഡ് ലോസ്, റിലേഷൻഷിപ്പ്, റെസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ യഹൂദന്മാർക്ക് വേണ്ടി അന്ന് കൊടുത്തിരുന്നതാണ്. അത് യഹൂദന്മാർ ഇപ്പോഴും അത് ആചരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹൂദ സമൂഹത്തിന് വേണ്ടി നൽകപ്പെട്ടാണ്. മൂന്നാമത് ഈ മോറൽ ലോസ്. ഈ മോറൽ ലോസ് എന്ന് പറയുമ്പോൾ 10 കൽപ്പനകളിൽ പറയുന്ന പ്രധാനമായിട്ടുള്ള 10 കമാൻഡ്മെൻറ്റ്സിൽ പറയുന്ന അത് യേശുവും അപ്പോസ്റ്റലന്മാരും അത് പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ പഠിപ്പിക്കൽ കൂടി അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഇന്ന് അത് നിലനിൽക്കുന്നു എന്ന് പറയാം. കാരണം ഈ ദൈവത്തെ സ്നേഹിക്കുന്നതും സഹോദരനെ സ്നേഹിക്കുന്നതും യേശുക്രിസ്തു ഈ കൽപ്പനകളെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പഠിപ്പിച്ചപ്പോൾ അത് ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നൊരു കാര്യം. അത് നീങ്ങിപ്പോയിട്ടില്ല. അതും ഇപ്പോഴും നമ്മൾ എന്നുവെച്ചാൽ അത് ആ സെൻസിലല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്നുവെച്ചാൽ കൊലപാതകം ചെയ്യുക എന്ന് പറയല്ല, കൊലപാതകം ചെയ്യാൻ പാടില്ല, അതൊരു മോറൽ ലോ ആണ്. ഈ 10 കമാൻഡ്മെൻറ്റ്സിൽ നിന്നുമൊക്കെയാണ് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിലെ പല കോടതികളുടെ നിയമങ്ങളും എല്ലാം വന്നിരിക്കുന്നത് അങ്ങനെയാണ്, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് പ്രധാനമായിട്ട് ഈ 3 രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്ത് ആ മോറൽ ലോ ഇപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മളതുകൊണ്ട് നമ്മൾ യാഗങ്ങൾ നടത്തിയൊന്നുമല്ല നമ്മൾ രക്ഷ പ്രാപിക്കുന്ന അല്ലെങ്കിൽ പാപക്ഷമ പ്രാപിക്കുന്ന. ഇതുമായിട്ട് ചേർന്ന് ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇത് ജനറലായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ പറഞ്ഞു, ഇപ്പം അതിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞു. ചില വാക്യങ്ങൾ ബൈബിളിൽ നിന്നുള്ള റെഫറൻസ് വായിച്ച് കേൾപ്പിക്കാം. റോമർ 3:20 ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്ത് പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ന്യായപ്രമാണം വന്നതുകൊണ്ടാണ് പാപത്തിൻ്റെ പരിജ്ഞാനം വന്നത്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചാൽ അതിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാവും പാപത്തെ കണക്കിടുന്നത് ന്യായപ്രമാണം വന്നതാണ്. അതിനു മുമ്പ് ന്യായപ്രമാണം ഇല്ലാത്തിരുന്ന സമയത്ത് പാപത്തെ കണക്കിട്ടിരുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 13:39 മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും
വിശ്വസിക്കുന്ന ഏവനും, അതിൽ നിന്ന് നിങ്ങളെ നീതീകരിക്കാനായിട്ട് പറ്റത്തില്ല. ന്യായപ്രമാണം നീതീകരിക്കുന്നില്ല, യഹൂദൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ 4-ാം അധ്യായത്തിൽ പഠിച്ചാണ് എങ്ങനെയാണ് വിശ്വാസത്തിലാണ് നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് വിശ്വസിക്കുന്ന ഏവനും യേശുവിനാൽ നീതീകരിക്കപ്പെടുന്നു. പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാവമാണ് അപ്പോസ്തല പ്രവൃത്തി 13:39 വാക്യം. അതുകൊണ്ട് വിശ്വാസമാണ് നീതീകരണത്തിൻ്റെ കാരണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കുകൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടില്ല. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ് ശരിക്കും ന്യായപ്രമാണം. അതുകൊണ്ട് ഇതിൻ്റെ റെലവൻസി എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ ന്യായപ്രമാണത്തിൽ കൂടി മനസ്സിലാവും, വെളിവായി വരുന്നുണ്ട്. അന്ന് അത് മനുഷ്യർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചപ്പം ചോദിച്ചു, ബ്രദറെ, ന്യായപ്രമാണം ഫോളോ ചെയ്യാൻ വയ്യാത്തൊരു കാര്യം എന്തിനാണ് ദൈവം മനുഷ്യന് കൊടുത്തത്? മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുകയല്ലായിരുന്നു എന്നാണ് ചോദിച്ചു. ശരിക്കും ഇത് എന്താണെന്ന് ചോദിച്ചാൽ പാപത്തിന് ശിക്ഷ വിധിക്കുക എന്നുള്ള ഒരു പർപ്പസായിരുന്നു ഉള്ളത്. അതിൽ കൂടി എന്താ ഉദ്ദേശിച്ചത്? ജനമേയ പ്രവചനത്തിൽ നമ്മൾ പഠിച്ചാണ്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദന, ഹൃദയത്തിലാണ് അബ്രഹാമിൻ്റെ സന്തതിയായി തീരേണ്ടത്. അത് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്. നമ്മളെ കളിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ദൈവം ഇത് മനുഷ്യനെ ആചരിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് കൊടുത്തത് അങ്ങനെയല്ല. ഇത് ദൈവത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡായിരുന്നു. അത് മനുഷ്യനും കൊടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ അനുതാപത്തിൽ വന്ന് ഇതൊക്കെ ചെയ്തിട്ട് പോലും അനുതാപത്തിൽ വന്ന് ദാവീദിനെ ദൈവം നീതീകരിച്ചായിട്ട് കാണുന്നില്ലേ? കാണുന്നുണ്ട്. അന്നേരം അന്ന് ദാവീദിൻ്റെ സമയത്ത് ഈ ലോ ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദ് നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? അതുപോലെ ആദിമസഭയിലുള്ള വിശുദ്ധന്മാരായിട്ടുള്ളവരൊക്കെ നീതീകരിക്കപ്പെട്ടു വന്നു. അതെങ്ങനെയാണ് വന്നത്? ഇതെല്ലാം തന്നെ ദൈവസന്നിധിയിൽ അനുതാപത്തോട് കടന്നു വന്ന് ഇതിന് പ്രായശ്ചിത്തം വരുത്തുമ്പോഴാണ് നീതീകരിക്കപ്പെടുന്നത്. ഗലാത്യർ 3:11 ഇത് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്: എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ഒരു നാളും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇവിടെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കാൻ ന്യായപ്രമാണത്തിൽ നീതീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് എഫേസ്യർ 2:8-9 വാക്യം: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാവും. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് സൗജന്യമായ രക്ഷ. അത് നിങ്ങൾ വിശ്വസിക്കുന്ന മൂലം കൃപയാൽ രക്ഷിക്കപ്പെടുകയാണ്. ദൈവമാണ് അതിന് കാരണം. അതിനകത്ത് തന്നോട് ചേർന്ന് എഴുതിയിട്ടുണ്ട്: ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. എന്താണ്? പ്രവർത്തികൾ കൂടി ഒന്നും ആർക്കും തന്നെ ഒരു നാളും നീതീകരണം കിട്ടുകയില്ല. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. നമ്മൾ പാപത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീതീകരണത്തെക്കുറിച്ച് വരികയാണ്. 5:11 വരെ നീതീകരണത്തെക്കുറിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഇത് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീതീകരിക്കപ്പെട്ടതിന് ശേഷം എഫേസ്യർ 2:10 വാക്യമാണ്: നാം അവൻ്റെ കൈപ്പണിയായ സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യേശു നമ്മുടെ പാപപരിഹാരത്തിനായിട്ട് മരിച്ചപ്പോഴേ എല്ലാ സെറിമോണിയൽസും നീങ്ങിപ്പോയി. യഹൂദന്മാർക്ക് വേണ്ടി സിവിക് ലോ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മോറൽ ലോസ് എന്ന് പറയുന്നത് ശരിക്കും അത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു, യേശു അത് പഠിപ്പിച്ചു. അത് ഇന്നും നമുക്ക് പ്രാവർത്തികമാണ്. കാരണം നമ്മൾക്ക് നമ്മുടെ ലോസിലെല്ലാം തന്നെ ഈ മോറൽ ലോ കയറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ മോറലായിട്ട് ഒരാൾ ജീവിച്ചാലും അയാൾ പാപത്തിൻ്റെ കീഴിലാണ്, അയാൾ ന്യായവിധിയുടെ കീഴിലാണെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. മോറൽ മാൻ ഹീസ് ആൾസോ വിൽ ബി ജഡ്ജ്. അവനെ ന്യായം വിധിക്കുമെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഈ മോറൽ ലോസ് ഇന്ന് ഫോളോ ചെയ്യേണ്ട ആവശ്യം. അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നത് ലോകത്തിൽ? ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഈ കോടതി നിയമങ്ങളിലെല്ലാം തന്നെ ഈ മോറൽ ലോസ് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് മനുഷ്യൻ അതനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് അത് ആവശ്യമാണ്. ഇന്ന് അത് നീങ്ങിപ്പോയി എന്ന് പറയാൻ പറ്റത്തില്ല. ബൈബിളിലെ ദൈവവചനത്തിലെല്ലാം തന്നെ വിശ്വസിച്ചതിന് ശേഷം, നീതീകരിക്കപ്പെട്ടതിന് ശേഷം ഈ മോറൽ ലോസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രഹിച്ചു എന്ന് പറയുന്നു. അതാണ് ദാറ്റ് ഈസ് ദ റെലവൻസ് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോ. അല്ലാതെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോ അതുപോലെ നമ്മൾ ആചരിക്കേണ്ട ആവശ്യമല്ല. അതുപോലെ നമ്മളത് യഹൂദന് കൊടുത്തിരിക്കുന്നു. അതുപോലെ പാപപരിഹാരത്തിനുള്ള കാര്യം ആ സെറിമണീസ് ഒന്നും നമ്മൾ ആചരിക്കേണ്ട ആവശ്യമില്ല.
എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിൽ ഈ മോറൽ ലോസ് എല്ലാം യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കുള്ളതാണ്. എന്നാൽ ആ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു പഴയ നിയമത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ആ പഴയ നിയമത്തിൻ്റെ ആ ഒരു വ്യൂവിലല്ല നമ്മളിപ്പോഴും ചെയ്യുന്നത്. കാരണം കൃപയാൽ വിശ്വാസം മൂലം നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ രക്ഷ പ്രാപിക്കുമ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും. ഇന്നത്തെ ചിന്ത നമുക്കെല്ലാം പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. അത് നമ്മളിന്ന് ഒരേ ഒരു കാര്യം ചിന്തിച്ചുള്ളൂ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ അവിടെ റെലവൻസ് എന്താണ്, ഇന്ന് എന്താണ് റെലവൻസ്. അത് പാപത്തെക്കുറിച്ചുള്ള ബോധമാണ് വരുത്തുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്നാൽ അതിനകത്തെ മോറൽ ലോസ് ഇന്നും വാലിഡാണ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കർത്താവിലേക്കുള്ള തിരിഞ്ഞു വരുവാനായിട്ടുള്ള വഴിയാണ് ഇന്ന് കൃപയാൽ വിശ്വാസം മൂലം നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അതിന് നമ്മൾ കാരണമല്ല, പ്രവൃത്തിയും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോയെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചല്ലോ. ദൈവമേ, ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി നീ മുന്നേ ഒരുക്കിയിരുന്നുവെന്ന് അറിയുന്നു. ഇതൊക്കെ തന്നെ കർത്താവെ യേശുക്രിസ്തുവിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒന്നായിരുന്നു ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അതിനാൽ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇത് കണ്ടുകൊണ്ടിരുന്നവരെ ചില കാര്യങ്ങളൊക്കെ കർത്താവെ തെറ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നതിൽ അതിൽ നിന്നൊക്കെ കർത്താവെ ദൈവമേ നീ വിടുതൽ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലിലെ നീരൊക്കെ വന്നിട്ട് നടക്കാൻ വയ്യാതെ ഇരിക്കുന്ന ചില വ്യക്തികളെ യേശു കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും വിടുതലും ഈ ദിവസങ്ങളിൽ കൽപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവെ, എന്തൊക്കെ പ്രോബ്ലം ആണെന്ന് അറിയത്തില്ല, ഈ നീരിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കണമേ കർത്താവെ. ചിലപ്പോഴേ അത് നെർവിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ കിഡ്നിയുടെ ഇഷ്യൂ ആയിരിക്കും, ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വീണ്ടെടുപ്പ് നീ അയക്കണം, സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, നിരാശയിൽ ആയിരിക്കുന്ന കർത്താവെ ചില കുടുംബങ്ങളെ ദൈവം കാണിച്ചു തരുന്നു. ചില ആളുടെ വേർപാട്, കുഞ്ഞിൻ്റെ വേർപാട് കൊണ്ടോ അതുപോലെ ഗൃഹനാഥൻ്റെ വേർപാട് കൊണ്ടോ ഒക്കെ പ്രയാസത്തിലായിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. ദൈവമേ, അവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കഴിയും ദൈവത്തിൻ്റെ സമാധാനം അവിടെ ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കൃപ അവരോട് കൂടെ എന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാനായിട്ട് നീ പഠിപ്പിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇത് വാച്ച് ചെയ്യണം. നമ്മൾ റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ ചാപ്റ്റർ വൈസ്, വേഴ്സ് വൈസ് ആയിട്ടുള്ള പഠനങ്ങളാണ് നടത്തുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞ ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോസിനെ കുറിച്ചാണ് പറഞ്ഞത്. 4-ാം അധ്യായത്തിലെ നീതീകരണം വിശ്വാസത്താലല്ല, പ്രവൃത്തിയിലല്ല, വിശ്വാസത്താലാണെന്നുള്ളതുമായിട്ട് ചേർന്ന് 7-ാം അധ്യായത്തിലും ന്യായപ്രമാണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഇന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. അതിൽ പ്രെയർ ലൈൻ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾ പ്രെയർ കോൾസ് അറ്റൻഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ കൂടി ഗ്രൂപ്പായിട്ട് ഈ വരുന്ന പ്രെയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെല്ലാവരെയും ദൈവം